അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ ചോറിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന കോവയ്ക്ക വെച്ചിട്ട് ഒരു കറിയാണ്. നമ്മൾ സാധാരണ കോവയ്ക്ക മെഴുക്കുവരട്ടിയും മറ്റേ തോരനൊക്കെ അല്ലേ ചെയ്യുന്നത്. ഇതൊരു കറിയാണ്, ഒരു ഒഴിച്ചു കറി എന്ന് വേണം നമുക്ക് പറയാം. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി, പിന്നെ വളരെ ടേസ്റ്റി ആയിട്ട്. അതായത് നമുക്കിപ്പോൾ പെട്ടെന്ന് കറികളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊരെണ്ണം തല്ലിക്കുട്ടി എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ചോറും കഴിക്കാം. ഒരു പ്രശ്നമില്ല സംഭവം. അപ്പൊ നമ്മള് കൽച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആ കൽച്ചട്ടിയിലേക്ക് നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാവേ. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി ഉലുവ ഇട്ടതിന് ശേഷം നമ്മുടെ കടുക് പൊട്ടിച്ച്. അതെ, കടുകില്ലാതെ എന്ത് ഓണം അല്ലേ. അപ്പൊ ഇനി കടുകും ഉലുവയും കൂടെ ഒന്ന് പൊട്ടി റെഡിയായി കഴിയുമ്പോ ബാക്കി പരിപാടികൾ ചെയ്യാം. ഇതിനെല്ലാം വളരെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ചോറിന്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിക്ക് നല്ലൊരു കൂട്ടാണ്. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ നമ്മുടെ ഭാഷ പറയുന്നത് തല്ലിക്കൂട്ട് കറിയാണ്. നമ്മുടെ അമ്മ ചെയ്യുന്ന ചില പരിപാടികളാണ്. പക്ഷേ ഭയങ്കര ടേസ്റ്റാ സാധനം. പെട്ടെന്ന്, അതായത് ചിലപ്പം രാവിലെ നമ്മുടെ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് പറയുമ്പോൾ നമുക്ക് കഴിയത്തില്ല. അപ്പൊ പുള്ളിക്കാര് അപ്പൊ അത് കിട്ടി പെട്ടെന്ന് തന്നെ സംഭവം റെഡിയാക്കി കൈ തരും. പക്ഷെ സംഭവം അപ്പൊ നമ്മുടെ കടുകും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളക് പൊട്ടിച്ചിടാവേ. ഒന്ന് 3-4 കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചിട്ട് കഴിഞ്ഞാലേ പിന്നെ നമുക്ക് വലിയ പ്രശ്നമില്ല. അതെ, ചില സമയത്ത് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം, ഈ മുളകിനെ നമുക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ട്, അത് ചെറുതായിട്ട് ഞുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ സവോളയുടെ പകുതിയേ ഉള്ളു, അതിന്റെ ആവശ്യമേ ഉള്ളൂ. മറ്റേ കുഞ്ഞുള്ളി ആണെങ്കിൽ അതായിരിക്കും അമ്മ ഉണ്ടാക്കുന്ന ചെറിയ ഉള്ളി വെച്ചിട്ടാ. നമുക്കിപ്പോ ചെറിയ ഉള്ളി എല്ലാ സമയത്തും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ചെറിയ ഉള്ളി ഇട്ടിട്ടില്ല. അപ്പൊ നമ്മുടെ ഇഞ്ചി ചേർത്ത് കൊടുക്കാവേ. അമ്മയ്ക്ക് ഇങ്ങനത്തെ ഓരോ പൊടിക്കൈകളുണ്ട്. അത് എല്ലാ വീട്ടിലും കാണുമല്ലോ, എല്ലാ വീട്ടിലും അമ്മമാരുടെ ഓരോ പൊടിക്കൈകളുണ്ടല്ലോ. അപ്പൊ അത് നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മൾ വിചാരിക്കും ഒരു കറി ഇല്ലെന്ന് കൊണ്ട് സങ്കടപ്പെട്ട് പോയിരിക്കുമ്പോ ഇഷ്ടം പോലെ കറികൾ കാണും. മീൻകറി എങ്ങനെ ചെയ്യും? ചിലപ്പോ പെട്ടെന്നുണ്ടല്ലോ, നമ്മളെ പോലെ വലിയ വറപ്പാരൊന്നും വെക്കാതെ നിമിഷ നേരം കൊണ്ട് സംഭവം റെഡിയാക്കി കൈ തരും. പക്ഷെ സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ. ഇത് അധികം ഒത്തിരി ഒക്കെ മൂപ്പിക്കേണ്ട, വേണ്ട, അതൊന്നും വേണ്ട. എളുപ്പം ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ചട്ടി നല്ല ചൂടാണ്, അതുകൊണ്ട് വേഗം നമ്മുടെ സാധനങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മുടെ സവോളയാണ് ചെറിയതായിട്ട് അരിഞ്ഞിരിക്കുക. ഒരു ചെറിയ സവോളയുടെ അരമുറി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മൾ ചെറിയ ഉള്ളി എടുക്കുന്നെങ്കിൽ ഒരു 4-5 എണ്ണം മാത്രം എടുത്തിട്ടാൽ മതി. അതല്ല, നമ്മുടെ ഒരു മലയാളി കറികൾക്കൊക്കെ ഉണ്ട് ചെറിയ ഉള്ളി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ്. ഇവിടുത്തെ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ട് എവിടെ ചെന്ന് കഴിഞ്ഞാലും കൂടുതലും ഈ സവോളയാണ് അവർ യൂസ് ചെയ്യുന്നത്. ഈ ചെറിയ ഉള്ളിലേക്ക് അവർ പറയുന്നത് എന്താ, മധുരാശി കാന്ത, സാമ്പാർ കാന്ത. അപ്പൊ അവരുടെ ഒരു ഇതില് അവര് സാമ്പാറിന് മാത്രമേ ഇടാൻ സാധ്യതയുള്ളൂ. പക്ഷെ അത് എനിക്കൊന്ന് ഇംഗ്ലീഷിലും അതിന്റെ ഇങ്ങനെ ഷാലറ്റ്സ് എന്ന് പറയും. പിന്നെ വേറെ സാമ്പാർ ഓണിയൻ എന്നാണ് പറയുന്നത്. കിട്ടും, നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് കാണും. പക്ഷെ നമ്മുടെ നാട്ടിലെ ഡബിൾ ഇരട്ടി വില കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ മാസമൊന്നും എല്ലായ്പ്പോഴും വാങ്ങിക്കാൻ സാധിക്കത്തില്ല. അത്യാവശ്യം ഉള്ളപ്പോൾ നമ്മൾ പോയി വാങ്ങിക്കും. നമ്മള് ഈ സാധാരണ അടുക്കളകളില് എല്ലാ സാധനങ്ങളും എപ്പോഴും കാണണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മള് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു ടെക്നിക്കൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അമ്മമാരെ. അവര് അടുക്കള കയറുന്നില്ലേ, പണ്ട് ഉച്ചയ്ക്ക് ചോറ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മ ഇതുപോലെ പെട്ടെന്നൊരു പരിപാടി ചെയ്യും. തൈര് നമ്മുടെ വീട്ടിൽ കാണുന്നുണ്ട് എപ്പോഴും. തൈര് കൊണ്ടെടുത്ത് അതിനകത്ത് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി ഒരു ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ട് ആ തൈര് മോരാക്കത്തില്ല, നല്ല കട്ട അത്രേ ഉള്ളൂ. പക്ഷെ സംഭവം നല്ല ടേസ്റ്റ്. വേറെ കറിയൊന്നും പിന്നെ വേണ്ട. അങ്ങനത്തെ ചില പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ ചെറുതായിട്ടൊന്ന് വാടിയാ മതി, മഴലൊന്നും വേണ്ട, ഒന്ന് വാടിയാ മതി. അതെ, ആ പച്ചപ്പൊന്ന് മാറി കിട്ടണം. അപ്പൊ അതൊരു 2 മിനിറ്റ് മതി കേട്ടോ. അപ്പൊ അതൊന്ന് ആയിക്കോട്ടെ. നമ്മുടെ കോവയ്ക്ക ഉണ്ടല്ലോ അത്യാവശ്യം ഇപ്പൊ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ബാക്കി സാധനം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൊടിവർഗ്ഗങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാതെ നമുക്ക് എരിവിനായിട്ട്
കളറിനായിട്ടും ഒക്കെ നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന മുളക് പൊടിയുടെ അളവനുസരിച്ചിട്ട് എരിവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണേ. എന്തായാലും നമ്മളെടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണെന്ന് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി മതി. മുളക് പൊടിയെക്കാട്ടിലും പകുതി മാത്രം മഞ്ഞൾ പൊടി ഇടുക. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അല്ല. നമ്മുടെ വീഡിയോയുടെ താഴെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഇതിന്റെ റെസിപ്പികളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളോട് നേരിട്ട് വല്ലതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മുടെ നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ അടുത്തൊക്കെ എവിടെയെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ ബോംബെയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഇനി ഇതിൻ്റെ അകത്ത് നമ്മുടെ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കുടംപുളി ചേർത്ത് കഴിയുമ്പോഴല്ലോ ഇതിനൊരു നമ്മുടെ മീനൊക്കെ കറി വെക്കുന്ന ഒരു ടേസ്റ്റും കിട്ടും. എന്നാൽ നല്ല പച്ചക്കറി തന്നെയാണ്. അപ്പം ഇതിന് വേകാനായിട്ട് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള ഇത് വെള്ളം ചേർത്ത് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ ചെറിയൊരു പീസ് പുളി മതി കേട്ടോ. നമ്മുടെ ഉപയോഗിക്കുന്ന പുളിയുടെ എന്തോന്ന് പറയുന്നത് 100 പല പുളിക്കും പല ഇതായിരിക്കും. അതിനനുസരിച്ച് വേണം നമുക്ക് പുളി ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോ നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് ഇച്ചിരി തീ ഇപ്പൊ കൂട്ടിയേക്കാവേ. ഇനിയിപ്പോ നല്ലതായിട്ട് ഇളക്കണമല്ലോ. അപ്പൊ ഇനി അടച്ചു വെച്ചിട്ട് കറിവേപ്പില ഉണ്ട്. കറിവേപ്പില നമ്മുടെ കറിവേപ്പില തീർന്നു. കറിവേപ്പില മേടിക്കാൻ നമ്മൾ ഭയങ്കര മഴ. ഇപ്പൊ ഈ ഗണേശോത്സവം ആയതുകൊണ്ട് 28-ാം തീയതി ഗണേശോത്സവം കഴിയുന്നത്. അപ്പൊ അതുവരെ ഇങ്ങനെ മഴ തിമിർത്ത് പെയ്തോണ്ടിരിക്കും. അപ്പൊ ഏതായാലും ഇത് ഇന്ന് തിളക്കട്ടെ. അതിട്ട് തിളച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോഴേ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. മറ്റേ ഇഷ്ടിയ ചൂളന്ന് പുക വരുന്ന പോലെ നമ്മുടെ ആവിയൊക്കെ വരുന്നുണ്ട്. കയ്യും പുള്ളി എട്ടിന്റെ പണി കിട്ടി. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. എപ്പോഴും പറ്റുന്നൊരു അവസ്ഥയാണ്. അടിപൊളിയായിട്ട് ഇത് തിളച്ചുണ്ടല്ല, വെട്ടി തിളക്കുന്നുണ്ട് സംഭവം. ഞാൻ സ്റ്റവ് അങ്ങ് നിർത്തി, കാരണം ഈ കൽച്ചട്ടി ആയതുകൊണ്ട് പിന്നെയും തിളച്ചോണ്ടിരിക്കും. 1 മണിക്കൂറൊക്കെ സംഭവം. അപ്പൊ എന്തായാലും കൊള്ളാം കേട്ടോ. ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഇപ്പൊ ഈ കോവയ്ക്കായ്ക്ക് പകരം വേണം വെണ്ടയ്ക്കായ എന്ത് വേണം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ പച്ചക്കറി വെച്ചിട്ട് സാധനം വെച്ചിട്ട് ഈ റെസിപ്പി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആ ടെക്നിക്ക് പറഞ്ഞത് നമ്മുടെ അമ്മയാണ്. അമ്മ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എന്ത് സാധനം പരിപാടികൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ സാമ്പാർ പറഞ്ഞല്ലോ, ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അപ്പൊ എന്തായാലും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ടോ. നമ്മുടെ സാധനം തീർന്നു പോയി. അപ്പൊ കറിവേപ്പില ഇല്ലാത്ത നമ്മുടെ കോവയ്ക്ക ഒഴിച്ചുകറി. അപ്പൊ എന്തായാലും കൊള്ളാം. ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. സംഭവം അടിപൊളി ടേസ്റ്റ് ആണ്, ഗ്യാരണ്ടിയാണ്. ഒന്നും പേടിക്കണ്ട. ചോറിന്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, മറ്റേ പൊറോട്ട എന്ത് സാധനത്തിൻ്റെ കൂടെ കഴിയും കേട്ടോ. ഒരു ചെറിയൊരു പുളിയുണ്ട്, എരിയുണ്ട്, മധുരമില്ല. അതെ, മധുരമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയാം. പിന്നെ നമ്മുടെ ഇതുപോലത്തെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ട് അടുത്തൊരു ബെല്ലുണ്ട്, അതും കൂടെ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് മറ്റേ ഓളം ഒരു സാധനം ഉണ്ട് അതിൻ്റെ അകത്ത്. അതൊക്കെ നമ്മൾ ചെയ്തോളൂ. എല്ലാവർക്കും അറിയാലോ ഇതൊക്കെ ചെയ്യാനൊക്കെ. പിന്നെ ഇതുപോലത്തെ കറി ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പൊ അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അതും കൂടെ ഒന്ന് പറയുക. പിന്നെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും പറയാനില്ല. എന്താ പറയുന്നത്, ഇതുപോലത്തെ വ്യത്യസ്തമായ വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.